കേന്ദ്ര സർക്കാരിന്റെ ജാതി സെൻസസ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ സംവരണ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് എളുപ്പമാകുമെന്നും വിലയിരുത്തൽ. അതേസമയം പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. നിർണായകമായ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജാതി സെൻസസ് എന്ന തീരുമാനം പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇത് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ പോലും കുറേയധികം രാഷ്ട്രീയ പാർട്ടികൾ ജാതി സെൻസസ് എന്ന ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ട് വർഷങ്ങൾ പലതായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, NDAയിലെ ഘടകകക്ഷിയായ JDUയും LJDയും എല്ലാം തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. മാത്രവുമല്ല, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ബീഹാർ ഇനി ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ മാസങ്ങൾ മാത്രമാണുള്ളത്. ഇതേ ആവശ്യം JDUയും മുന്നോട്ട് വെച്ചത് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു ജാതി സെൻസസ് വരുമ്പോൾ എന്താണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് ഒന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ സംവരണ ആനുകൂല്യം ലഭിക്കാനുള്ളവർ ബീഹാറിലാണ്. ഏകദേശം 63% പേർ. അത്തരത്തിൽ ഒരു ജാതി സംവരണം അതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പും വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണെന്ന് തെരഞ്ഞെടുപ്പിൽ അറിയിപ്പ് നൽകിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് JDUവിനുള്ളത്. അതേസമയം 1931 അവസാനമായി രാജ്യത്ത് ജാതി തിരിച്ചുള്ള ഒരു പൊതു സെൻസസ് എടുപ്പ് നടന്നത്. അന്ന് ബ്രിട്ടീഷ് ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നത്. 1951 മുതൽ രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കണക്കെടുപ്പ് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയായും പുറത്തുവിടാറില്ല. 2011 നടന്ന പൊതു സെൻസസിൽ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെയായും സർക്കാർ പുറത്തുവിടില്ല. ഇനി വരാൻ പോകുന്ന 2021 ഒരു പൊതു സെൻസസിന് വേണ്ടി തീരുമാനമെടുത്തിരുന്നത്. അന്ന് ജാതി സെൻസസ് എന്ന കാര്യവും ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും കോവിഡ് ബാധയെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു. ഒരു പക്ഷേ അടുത്ത വർഷം ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള പൊതു സെൻസസിലേക്ക് രാജ്യം കടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എത്ര കണ്ട് ഇത് പ്രാവർത്തികമാകും, എത്ര വേഗത്തിൽ ഇത് നടപ്പിലാകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തീരുമാനവും എത്തിയിട്ടില്ല. പൊതു സെൻസസിനോടൊപ്പം തന്നെ ജാതി സെൻസസും ഇതിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കണം, ഏതു തരത്തിലായിരിക്കും, ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തി വരികയാണ്. എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ സ്വീകരണമാണ് ഈ തീരുമാനത്തിന് നൽകിയിരിക്കുന്നത്. ഏറെ നാളായി കോൺഗ്രസ് ഇത് ആഗ്രഹിക്കുന്നു, ഒപ്പം ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു വരികയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ചൂടുപിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കേരളത്തിലേക്ക് വന്നാൽ തന്നെയും ഒപ്പം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ തന്നെയും പലരുടെയും ആവശ്യം ഈ ജാതി തിരിച്ചുള്ള കണക്ക് എന്നുള്ളതായിരുന്നു. ഇതുവഴി ലഭിക്കാൻ പോകുന്നത് വലിയ തരത്തിലുള്ള നേട്ടങ്ങളാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. പ്രത്യേകിച്ചും സംവരണ അടിസ്ഥാനത്തിൽ ജോലി, വിദ്യാഭ്യാസം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭ്യമാകുന്നതിന് വലിയ തരത്തിൽ സഹായകരമാകും എന്നുള്ള പ്രതീക്ഷയും രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മത, സാമൂഹിക, സാമുദായിക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാക്കാനാണ് സാധ്യത. തിരുവനന്തപുരത്തു നിന്നും ബിനിൽ നെടുമങ്ങാടിനൊപ്പം D. ബിനോയ്, കേരള വിഷൻ ന്യൂസ്.